ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകർ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞിരുന്നു, ഫ്രൈസൽ വേർഡ്സ് അല്ലെ, വളരെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടോക്കിംഗ്. അതായത് നിങ്ങൾ ഉപയോഗിക്കണം, നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആവും. സോ അത് ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇന്ന് കുറച്ച് കേട്ടോ, കുറച്ചായി മുന്നോട്ട് പോകും, കുരച്ച്. ഓക്കെ, ഫസ്റ്റ് വൺ ബ്രൈബ് മണി. ബ്രൈബ് മണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രൈബ് പേ ടു പ്രിവെൻറ്റ് ദി ഡിസ്ക്ലോസർ ഓഫ് സംതിങ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും മൂടി വയ്ക്കാനായി കൊടുക്കുന്ന കൈക്കൂലി, അതാണ് ബ്രൈബ് മണി കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രൈബ് മണി എന്ന് പറഞ്ഞാൽ അറിയാം, എന്തെങ്കിലും നമ്മൾ മൂടി വയ്ക്കാനായി കൊടുക്കുന്ന കൈക്കൂലി. അപ്പോൾ അതിന് നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാൻ വളരെതായിട്ട് കേട്ടോ, ഒത്തിരി സ്റ്റാൻഡേർഡ് വേർഡാവും. ദെൻ നെക്സ്റ്റ് വൺ ആൻ അയൺ വിൽ അല്ലേ. അയൺ വിൽ ആ പേരിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. വാട്ട്സ് അയൺ? യു നോ ഇറ്റ്സ് അയൺ ഈസ് എ മെറ്റൽ. നമുക്കറിയാമല്ലേ, ഇരുമ്പ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അയൺ വിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫേം ഡിറ്റർമിനേഷൻ, നല്ല ഉറച്ച തീരുമാനം. അപ്പോൾ അതിനെ നമുക്കെന്ത് പറയാം? അയൺ വിൽ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ലാഫിംഗ് സ്റ്റോക്ക്. പേരിൽ തന്നെ അടങ്ങണല്ലേ. ഹസ്തേ അല്ലേ, ഹസ്തേ എന്നൊക്കെ പറയും, നമ്മളെ ചിരിക്കുക. ദെൻ ലാഫിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ആരെങ്കിലും കളിയാക്കാനായി ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? ആൻഡ് ഓബ്ജക്റ്റ് ഓഫ് റിഡിക്കോൾ എന്ന് പറയും അല്ലേ. ആരെങ്കിലും ഒരു തമാശ കഥാപാത്രം എന്നൊക്കെ പറയും, കളിയാക്കുക, അതിനു വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ ദി ഒലീവ് ബ്രാഞ്ച്. ഒലീവ് ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് പീസ്. അറിയാലോ, ഒലീവ് ട്രീ എന്നൊക്കെ പറയും അല്ലേ. നമ്മൾ ഒലീവ് മരങ്ങൾ അതെന്തിൻ്റെയാണ്? ഒരു മാതൃകയാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ സിമ്പിളാണെന്ന് പറയാം, പ്രതീകമാണ്, സമാധാനത്തിൻ്റെ അല്ലേ. അപ്പോൾ അതന്നെ അതിൻ്റെ മീനിങ്. എന്താണ് നമുക്ക് പറയാം? ഓഫർ ഓഫ് പീസ്, സമാധാനം. നമുക്കറിയാമല്ലേ, ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. ഇന്ന് കുട്ടികൾക്കറിയാം, കുട്ടികളുടെ സ്കൂളുകളിലൊക്കെ അതിൻ്റെ ഒരു ഇതുണ്ട് അല്ലേ. റെഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വിങ് ഓഫ് UNO അല്ലേ, യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻ ഓഫ് ഓർഗനൈസേഷൻ നമുക്കറിയാം, ഐക്യരാഷ്ട്ര സംഘടന. അതിൻ്റെ ഒരു വിങ് ആണ് അല്ലേ കുട്ടികൾക്കുള്ള. ഇതാണ് ആ റെഡ് ക്രോസ്. പറയാൻ ഒരു വാറൊക്കെ നടക്കുകയാണെങ്കിൽ ആ വാറിൽ ഒരുപാട് ഇൻജേർഡ് പീപ്പിൾ ഉണ്ടാവാം. അവരെയൊക്കെ സഹായിക്കുക എന്നതാണ് അവരുടെ കടമ, ജോലി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നോക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ പാസ് മാസ്റ്റർ മീൻസ് ആൻ എക്സ്പേർട്ട്, ഒരു വിദഗ്ധൻ അല്ലേ. അദ്ദേഹത്തെ നമുക്ക് പാസ് മാസ്റ്റർ എന്ന് പറയാം. അപ്പോൾ ഹിന്ദി കുറച്ച് കുറഞ്ഞു പോയി. തോടാ കം ഹേ ഹിന്ദി മാഫ് കീജിയെ ബായോർ ബഹനോ. ഞാൻ തരും നിങ്ങൾക്ക് അല്ലേ, ഷുവറായിട്ട് തരും. കാരണം നമുക്ക് ഇനിയും സ്പീക്കിംഗ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ തരും. അപ്പോൾ അതുമായി നമുക്ക് ദെൻ നെക്സ്റ്റ് വൺ ക്യൂർ ഫിഷ്. ക്യൂർ എന്ന് പറഞ്ഞാൽ വിചിത്രം. ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ ആൻഡ് എസെൻട്രിക് പേഴ്സൺ എന്നൊക്കെ പറയാം. എസെൻട്രിക് പറഞ്ഞാൽ ഒരുമാതിരി വൈരുദ്ധ്യമായി പെരുമാറുന്ന, വികൃതമായി പെരുമാറുന്ന, അല്ലെങ്കിൽ ഭ്രാന്തനെ പോലെ പെരുമാറുന്ന ഒരു വ്യക്തി, അതാണ് എസെൻട്രിക് എന്നൊക്കെ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ അതുമായി നെക്സ്റ്റ് വൺ ദെൻ റെഡ് ലെറ്റർ ഡേ ഫോർച്ചുനേറ്റ് ഡേ അല്ലെ, ഭാഗ്യകരമായ ഒരു ദിവസം എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ റോളിംഗ് സ്റ്റോൺ. റോളി എന്ന സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന റോളിംഗ് സ്റ്റോൺ ഗ്യാദർ നോ മോസ് എന്നൊക്കെ പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഉരുളുന്ന കല്ലിൽ പച്ച പിടിക്കില്ല. അതുപോലെ തന്നെ ഇവിടെയും കാര്യം, എ പേഴ്സൺ ഹൂ നെവർ സ്റ്റക്ക് ടു എ വോയിസ്, അല്ല ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ഒരു വ്യക്തി. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് വ്യക്തികളെ നാം കണ്ടുമുട്ടും അല്ലേ. അപ്പം ഇനി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം, ഒരുപാട് നീട്ടുന്നില്ല. പിന്നെ അടുത്ത് നമുക്ക് തുടരാൻ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ സോഫ്റ്റ് സോപ്പിംഗ് എന്നൊക്കെ പറയില്ലേ, സോപ്പിടുക എന്നൊക്കെ പറയാം നമ്മളെ മലയാളത്തിൽ. മലയാളമ്മേ
വാട്ട് ഐ ടെൽ യു, സോപ്പി. ഫ്ലാറ്ററി, പൊങ്ങച്ചം എന്നൊക്കെ പറയും, പൊങ്ങച്ചക്കാരൻ അല്ലേ. അപ്പോൾ പൊങ്ങച്ചക്കാര ഇപ്പം നീട്ടുന്നില്ല അങ്ങനെ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ചാനലുകൾ നിങ്ങൾ കാണുക. യൂട്യൂബിൽ എൻ്റെ ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി കെ, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അത് ഷെയർ ചെയ്യുക. ദെൻ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം മൈ ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108 108 സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108 X08. ഓക്കെ ദെൻ ഗുഡ് നൈറ്റ്, ശുഭരാത്രി.